സുഹൃത്തുക്കളെ, തേവലക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ തൈപ്പൂയ കാവടിയാട്ട മഹോത്സവത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഒന്നാം ദിവസമായ ഇന്ന് ഇതിവിടെ നടക്കാൻ പോകുന്നത് ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ്. ഈ വെടിക്കെട്ട് മഹാമഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന ബദ്ധശത്രുക്കളായ ബദ്ധവൈരികളായ അമിട്ട് ചിറ്റി വാസുവും ഗുണ്ടു ചിറ്റി പരമവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ്. അതിനു മുൻപ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. നാടകം അമ്പലനട എത്തിയാൽ ഉടൻ തന്നെ വേദിയിൽ താലപ്പൊലി ആരംഭിക്കുന്നതാണ്. എന്താണ്? അല്ലല്ല, താലപ്പൊലി അമ്പലനടയിൽ എത്തിയോടൊപ്പം തന്നെ നമ്മുടെ നാടകം വേദിയിൽ ആരംഭിക്കുന്നതാണ്. മറ്റൊരു അറിയിപ്പുണ്ട്. താലപ്പൊലി ഏന്തി നിൽക്കുന്ന മംഗമാരുടെ പുറകിൽ പൊന്നാനക്കൂടെ ചൂടി നിൽക്കുന്ന ബാലന്റെ ശ്രദ്ധയ്ക്ക്, ബാല നീ ശ്രദ്ധിക്കണം, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വെടിക്കെട്ട് മഹാമഹം ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു അറിയിപ്പുണ്ട്. വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അല്പം ശബ്ദം താഴ്ത്തി സംസാരിക്കണം. കാരണം വെടിക്കെട്ട് എല്ലാവർക്കും കേൾക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചെറിയൊരു അറിയിപ്പ്. ആനപ്പാപ്പാന്മാരുടെ ശ്രദ്ധയ്ക്ക്, പടക്കത്തിന് തീ കൊളുത്താൻ പോവുകയാണ്. ആനകളെ മാറ്റിത്തളക്കേണ്ടതാണ്. ഗംഭീര വെടിക്കെട്ട് മഹാമഹം ഈ വേദിയിൽ ആരംഭിക്കുന്നു. തെക്കേച്ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് അമിട്ട് ചിറ്റി വാസുവിനെ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്റെ പൊന്നിയായിട്ട് വെടിക്കെട്ട് തുടങ്ങാറായിട്ടില്ല, പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ഇത് ഞാൻ വന്നെന്നറിയിക്കാൻ വേണ്ടിയാ. ഓ, വന്നെന്നറിയിക്കാൻ വേണ്ടിയാണല്ലേ. തെക്കേച്ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുണ്ടു ചീറ്റി പരമൂനെ ഈ വേദിയിലേക്ക് ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ വാ. ചേട്ടാ വെടിക്കെട്ട് തുടങ്ങാനായിട്ടില്ല, തുടങ്ങുമ്പോ സമയമുണ്ട് പറയാം. ഞാൻ വന്നെന്ന് അറിയിച്ചത്. ഓ, വന്നെന്ന് അറിയിച്ചതാണല്ലേ. ഏതായാലും രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരും ചേർന്നിട്ടുള്ള ചേട്ടാ, നിങ്ങൾ തമ്മിൽ കൂടാനുള്ള ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തമ്മിൽ കടിപിടി കൂടാനുള്ള വേദിയല്ലേ ഇത്. ഇവിടെ വെടിക്കെട്ട് നടത്താനുള്ള വെടിക്കെട്ട് മഹാമഹം. ബദ്ധശത്രുക്കളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണെന്നുള്ള കാഴ്ചവെക്കേണ്ടത്. അപ്പൊ ചേട്ടൻ തന്നെ ആദ്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. അടിപൊളിയായിട്ട്. എന്തായിട്ട് ഈ സാധനം? ഗർഭം കലക്കി. ഇതാണ് ഗർഭം കലക്കി. പോയി ചീറ്റി. അടിപൊളി, സൂപ്പർ. ഇതാണിത് കുടുംബം കലക്കി. ഇതാണ് കുടുംബം കലക്കി. ദൈവമേ, പലരുടെയും കുടുംബം കലക്കിയിട്ട്. ഓക്കെ തുടങ്ങിക്കോ. സൂപ്പർ. ഇതേതാണിത്? കൊട. ഇതാണ് കൊട. ദൈവമേ, ഇത് കണ്ടോ നീ? ഇതാണ് ഈ വെറൈറ്റി. ഇരിങ്ങാലക്കുട. ഓക്കെ ഏട്ടാ. 12 മണി സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് വേണം വിട്ടു. ഓക്കെ വിട്ടു. ഇതേതാണ് ഈ വെറൈറ്റി? ഷക്കീല ഗുണ്ട്. വിട്ടു. ഇതെന്തായിട്ട് 2 പ്രാവശ്യം മലക്കം പറഞ്ഞു പോയി പൊട്ടിയത്? മറിയ ഗുണ്ട്. ഓ, മറിയ ഗുണ്ട്. ദൈവമേ, തുടങ്ങിക്കോ. ഇതേതായിട്ട് ഈ വെറൈറ്റി? ലീഡർ ഗുണ്ട്. ദൈവമേ, ലീഡർ ഗുണ്ട്. വെറൈറ്റി കണ്ടോ നീ? തുടങ്ങിക്കോ. വളരെ ഇതെന്തായിട്ട് ഈ വെറൈറ്റി? അച്ചുമാമ ഗുണ്ട്. ദൈവമേ. കപ്പ ഐസ്ക്രീം, കോല ഐസ്ക്രീം, കപ്പ ഐസ്ക്രീം, കോല ഐസ്ക്രീം. ഇതെന്തായിട്ട് ഈ വെറൈറ്റി? മലപ്പുറം കുറ്റിപ്പുറം ഗുണ്ട്. ഓ, മലപ്പുറം ഗുണ്ട്. ഇവിടെ നോക്കണേ. എന്റെ വെറൈറ്റി കണ്ടോ? ഓക്കെ തുടങ്ങിക്കോ. പാറപ്പുറം. ദൈവമേ, 6 ഗുണ്ട് വിട്ട്. ഇത് മാത്രം എന്താ ചീറ്റിപ്പോയത്? ഇതങ്ങനെ എത്ര കത്തിച്ച് വിട്ടാലും ഒന്നും വേണ്ടിയാലും ഒരു ഒച്ച ഉണ്ടാക്കൂല. അത് ശരി. ഇതിന്റെ പേരെന്താണ്? അണ്ടപ്പം കൊണ്ട്. വളരെ പൈശാചികവും മൃഗീയമായ ഗുണ്ട് അല്ലേ? അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ശത്രുതയോടെ ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ച് കഴിയേണ്ട ആൾക്കാരല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാണികൾക്ക് വേണ്ടി ഗംഭീര വെടിക്കെട്ട് മഹാമഹം എന്നാണ് ഞങ്ങൾ കാഴ്ചവെക്കാം. എന്റെ പട്ടി നിൽക്കും കൂടെ. ഞാനില്ല. എന്റെ പൊന്നിയേട്ട, നിങ്ങൾ മത്സരിക്കേണ്ട വേദി അല്ലേ? കൈ കൊണ്ട് എന്നെ കൂടെ ചേട്ടനെ നടക്കില്ല. ഒരിക്കലും ഞങ്ങൾ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ടുള്ള കളി വേണ്ട. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം വരെ കീഴടക്കാം. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഗംഭീര വെടിക്കെട്ട് മഹാമഹത്തിന് അങ്ങോട്ട് തിരികൊടുത്ത് തുടങ്ങിക്കോ.
സ്റ്റാർട്ട് ചെയ്തോ. അയ്യോ ചേട്ടോ, എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്. ചേട്ടോടെ സെന്റിമെന്റ്സിനുള്ള സ്ഥാനമില്ല. നേരെ വെടിക്കെട്ട് ആരംഭിക്കാൻ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തു. ഒരു തവണ നീ ഗുണ്ടന്റെ വീട്ടിലേക്ക് നീ എന്റെ വീട്ടിലേക്ക് ചക്രം കത്തിച്ചു വിട്ടിട്ടല്ലേ? സെന്റിമെന്റ്സ് കാണിക്കാതെ നിങ്ങൾ വെടിക്കെട്ട് മഹാമഹം തുടങ്ങ്. പൊട്ടിക്കാം. തുടങ്ങ്. നിങ്ങളോട് തമ്മിൽ അടിയല്ല പറഞ്ഞത്, വെടിക്കെട്ട് നടത്താനാണ് പറഞ്ഞത്. അത് ഞങ്ങൾ അടികൂടി കൂടിയതല്ല, പിന്നെ ഇതാണ് നിയമസഭാ ഗുണ്ട്. നിയമസഭാ ഗുണ്ട്. അപ്പൊ ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ പോരാടാതെ ഒരു അടിപൊളി വെടിക്കെട്ട് മഹാമഹം അവസാന ഇനം കാണിച്ചിട്ട് നമ്മുടെ വെടിക്കെട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. ലാസ്റ്റ് തുടങ്ങിയോ. അടിപൊളി. എന്തായിട്ട് ഈ ഗുണ്ടിന്റെ പേര്? ഡബിൾ ഗർഭം കളിക്ക്. ഡബിൾ ഗർഭം കളിക്ക്. ഇങ്ങനെയുള്ള ഈ ആഴ്ച ഒഴിവില്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങളാണ് ഇപ്പൊ ഒരു സാധനം കത്തിച്ചു. അയ്യോ ഞാനല്ല, അത് ഇവരാ. നിങ്ങളാ? എന്താ പ്രൊഡക്റ്റിന്റെ പേര്? ഡബിൾ ഗർഭം കലക്കി. ഗർഭം കളിക്ക. അത് ഗർഭമല്ലടാ കലക്കിയത്, പിന്നെ എന്റെ മുതുകാണ് കലക്കിയത്. ഓരോ ഉത്സവത്തിനും വന്നോളൂ ദൈവമേ, ഇങ്ങനെയുള്ള ഓരോ പടഭണ്ഡാരങ്ങള്. അയ്യോ ജോസ്, ഇതാരാണിത്? ഞാനാണ് ബാബു ആടാ. ഏത് ബാബു? തെക്കേപ്പടുത്ത് ബാബു. അയ്യോ ബാബുവാണോ? ഇതെന്താണ് ആകെ മൊത്തം കത്തിക്കരിഞ്ഞ് കോലമായല്ലേ ഇത്? എടാ വിഷു അല്ലായിരുന്നു? അതെ വിഷു ആണ്. അപ്പൊ ഒരു ചെറിയ പൈൻ്റൊക്കെ അടിക്കാന്ന് ഓർത്തി ഞാൻ വീട്ടിൽ മേടിച്ചോണ്ട് പോയിട്ട് ആ. പൈൻ്റൊക്കെ അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. അതെ. അപ്പൊ ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. ആ. അപ്പൊ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തിയത് ഓർമ്മയുണ്ട്. ഒറ്റ പൊട്ടായിരുന്നു. അതെങ്ങനെയാണ് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തുമ്പോഴത്തേക്കും പൊട്ടണത്? സിഗരറ്റാന്ന് പറഞ്ഞ് വായിലെടുത്ത് വെച്ച് എന്താ എന്തെന്നാ? ഈർക്കിൽ പണക്കടാ, ഈർക്കിൽ പണക്കം. ദൈവമേ, ഈർക്കിൽ പടക്കം വരുന്ന എന്നിട്ട് എന്താ മൊത്തം കത്തിക്കരിഞ്ഞ് നാശനഷ്ടമായിട്ടിരിക്കുന്നത്? എടാ അപ്പത്തേക്കും കരണ്ട് പോയി ഇരുട്ടായല്ലോ. അതെ. അപ്പൊ വിളക്ക് കത്തിക്കാന്ന് ഓർത്ത് വിളക്ക് കത്തിച്ചതാടാ. പെര നിന്നങ്ങട് കത്തി. അതെങ്ങനെയാണ് വിളക്ക് കത്തിക്കുമ്പോ പേര മൊത്തം നിന്ന് കത്തണത്? എടാ വിളക്കെന്ന് പറഞ്ഞ കൊരോപ്പൂല്ലേ, മേശപ്പൂ. അയ്യോ. അതല്ലേ കത്തിച്ചത്, കത്തിയെടുക്കണ മൊത്തം. അയ്യോ, എന്നിട്ട് ഭാര്യയും മക്കളും പിള്ളേരൊക്കെ പൊള്ളി ആശുപത്രി കിടക്കുക. എന്നിട്ട് എന്താണ് നീ ചിരിച്ചോണ്ടിരിക്കണത്? തിരിച്ചോണ്ടിരിക്കണ പടക്കം പെട്ടിപ്പോ ചുണ്ട് തെറിച്ചു പോയതല്ലേ. അയ്യോ, നീ പെട്ടെന്ന് നിന്റെ അങ്ങോട്ട് ചെല്ല്, ആശുപത്രിയിലേക്ക് ചെല്ല്. എടാ നീ വീട്ടിൽ പോയി വെള്ളം അടിച്ച് ഇങ്ങനെ വെടിക്കെട്ട് നടത്തി നിന്റെ ഭാര്യയും മക്കളും ആശുപത്രിയിലായതിന് ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്? അതിന് ഞാൻ എന്റെ വീട്ടിലിരുന്നല്ല വെള്ളം അടിച്ചത്, ഞാൻ നിന്റെ വീട്ടിലിരുന്ന വെള്ളം അടിച്ചത്. നിന്റെ പെണ്ണും പിള്ളേ മക്കളും ആശുപത്രി. നീ ദൈവമേ,